നമസ്കാരം പ്രിയമുള്ളവരെ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ അട്ടിമറിക്കപ്പെടാനും ഇന്ത്യ സ്ഥാനാർത്ഥി വിജയിക്കുവാനുമുള്ള സാധ്യതകൾ ഇന്ന് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ നിന്നുള്ള എം.പി. സുരേഷ് ഗോപിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. അദ്ദേഹം പറയുന്നു, തന്നെ പെട്ടെന്ന് മടങ്ങി വരുവാൻ പ്രധാനമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടു, നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്ന്. അങ്ങനെ രാജ്യത്തെ എല്ലാ ബി.ജെ.പി. എം.പിമാരോടും പെട്ടെന്ന് തന്നെ ഡൽഹിയിലെത്തുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത് എന്ന മാധ്യമ വിശകലനങ്ങൾ വരികയാണ്. ഒരുപക്ഷെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടുകൂടി കേന്ദ്രത്തിൽ ബി.ജെ.പി. മന്ത്രിസഭയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുപോകും എന്ന വിശകലനമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് 781 അംഗങ്ങളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. അതിൽ NDA ബ്ലോക്കിന് 423 അംഗങ്ങളുണ്ട്, ഇന്ത്യ ബ്ലോക്കിന് 322 അംഗങ്ങളുണ്ട്. ഈ രണ്ടിലും പെടാത്ത 36 അംഗങ്ങളുണ്ട്. ബിജു ജനതാദൾ ഉൾപ്പെടുന്ന ഈ 36 അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേരുന്നു എന്ന് പറയുന്നു. അങ്ങനെ 358 സീറ്റ് അല്ല 358 അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ട്. ഇനി 33 അംഗങ്ങൾ കൂടി ചേർന്നാൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് NDA സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന നിഗമനത്തിലാണ് മാധ്യമങ്ങൾ വിശകലനത്തിലേക്ക് എത്തുന്നത്. 17 വോട്ടുകൾ, അതായത് 33 വോട്ടുകളുടെ പകുതി 17 വോട്ടുകൾ മാറി മറിഞ്ഞാൽ NDA സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ പരാജയപ്പെടുന്ന ഒരവസ്ഥയിലെത്തും. പക്ഷേ ഇപ്പോൾ ചർച്ചകളൊക്കെ നീളുന്നത് തെലുങ്കുദേശം പാർട്ടിയിലാണ്. തെലുങ്കുദേശം പാർട്ടിക്ക് രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് 23 അംഗങ്ങളാണുള്ളത്. 16 അംഗങ്ങൾ ലോക്സഭയിലും 7 അംഗങ്ങൾ രാജ്യസഭയിലുമുണ്ട്. ആ 23 അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയേക്കാം എന്ന നിഗമനത്തിൽ മാധ്യമങ്ങൾ എത്തുകയാണ്, രാഷ്ട്രീയ വിശകലന വിദഗ്ധരെത്തുകയാണ്. അതായത് ഒരു വലിയ രീതിയിൽ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ സ്ഥാനാർത്ഥി സുദർശനൻ റെഡ്ഡി ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടും, NDA സ്ഥാനാർത്ഥി പരാജയപ്പെടും. അത് ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്, ഗതിമാറ്റത്തിന് കാരണമാകും എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങൾ പുറത്തു വരുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി ഒപ്പം കർണാടകയിൽ VS ശിവകുമാർ, രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് ഈ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നത് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ചന്ദ്രബാബു നായിഡുവിനെ അസ്വസ്ഥനാക്കുന്ന കുറച്ചു ഘടകങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ബി.ജെ.പി. സഖ്യത്തോട് ദേഷ്യമുണ്ടാകുന്നുള്ള ചില കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സി.പി. രാധാകൃഷ്ണനെ ബി.ജെ.പി. തിരഞ്ഞെടുക്കുമ്പോൾ ബി.ജെ.പി. ആദ്യമായി ആ കാര്യം അറിയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് ജഗ്മോഹനോടാണ്. ജഗ്മോഹനോട് മാത്രമാണ് ചർച്ച ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ NDAയുടെ ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡുവിനോട് ചർച്ച ചെയ്തിരുന്നില്ല. അതാണിപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരികയാണ്. മാത്രമല്ല, ജഗ്മോഹൻ റെഡ്ഡി അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ അഴിമതി കേസുകളിലൊക്കെ കുടുക്കി അറസ്റ്റിലാക്കിയിരുന്നു. പക്ഷേ ജഗ്മോഹനെ തൊടുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം ജഗ്മോഹൻ റെഡ്ഡി എപ്പോഴൊക്കെ ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ അപകടത്തിൽപ്പെടുന്നുവോ അപ്പോഴൊക്കെ കേന്ദ്രത്തിൽ ബി.ജെ.പി. സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ബി.ജെ.പിക്ക് എതിരായി ചിന്തിക്കുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് തെലുങ്ക് വികാരമാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തെലുങ്ക് പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹത്തെ പിന്തുണച്ചാൽ തെലുങ്ക് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന തെലുങ്കുദേശം പാർട്ടിക്ക് തെലുങ്ക് വംശജരുടെ ഇടയിൽ വലിയ സ്വാധീനം വീണ്ടും വർദ്ധിക്കും എന്നൊരു നിഗമനം കൂടി ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നടത്തുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ മാറ്റത്തിൽ കൂടുതൽ വിലപേശുവാൻ കഴിയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാലാണ് എന്ന നിഗമനത്തിൽ ചന്ദ്രബാബു നായിഡു എത്തുന്നു എന്ന ഒരു രാഷ്ട്രീയ വിശകലനം കൂടി മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊന്ന്, ബി.ജെ.പിയുടെ ഘടകകക്ഷിയായിരുന്ന പാർട്ടികളുടെ ഗതികേടാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് ഇക്കാര്യവും. മഹാരാഷ്ട്രയിൽ ശിവസേന, ഒറീസയിൽ ബിജു ജനതാദൾ, ആസാം ഗണപരിഷത്ത് എന്നീ പാർട്ടികളെയൊക്കെ ഘടകകക്ഷി മാത്രമായിരുന്നു ബി.ജെ.പി. പിന്നീട് തങ്ങൾക്ക് ആ സംസ്ഥാനങ്ങളിൽ സീറ്റുകളും അവസരങ്ങളും തന്ന പാർട്ടികളെയൊക്കെ പിളർത്തി അവരെയൊക്കെ വിഴുങ്ങി ബി.ജെ.പി. ഒറ്റക്കക്ഷിയായി വളരുകയായിരുന്നു. അത്തരമൊരവസ്ഥ തെലുങ്കുദേശത്തിനും ആന്ധ്രാപ്രദേശിൽ വരുമോ എന്ന് ചന്ദ്രബാബു നായിഡു ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയെ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ ഈ ബി.ജെ.പി. അഴിമതി കേസുകളിലൊക്കെ കുടുക്കി തങ്ങളുടെ നേതാക്കന്മാരെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനം ഇല്ലാതാക്കുവാൻ കഴിയും എന്ന വലിയ നിഗമനത്തിലാണ് ചന്ദ്രബാബു നായിഡു എന്ന ഒരു കാര്യം കൂടി മാധ്യമങ്ങൾ വിശകലനം ചെയ്യണം. എന്തായാലും
നാളെ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ തിരികെ ഡൽഹിയിലോട്ട് വിളിച്ചു എന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. അതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായി ഇതിന് സ്ഥിരീകരണം ലഭിക്കുന്ന മറ്റൊരു വാർത്ത. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന് ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനൊക്കെ സ്വാധീനിക്കപ്പെടും. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഘടകകക്ഷി നേതാവിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം എന്തായാലും ഈ പുതുതായി വരുന്ന ഗവൺമെൻറ് അത് അസ്ഥിരമായിരിക്കും. വളരെ കാലമൊന്നും ആ ഗവൺമെൻറ് മുന്നോട്ട് പോകുവാൻ സാധ്യതമില്ല. കാരണം പടലപ്പിണക്കം മൂലമൊക്കെ ആ ഗവൺമെൻറ് താഴെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇടക്കാല ഗവൺമെൻറ്റായി വന്ന് അത് പെട്ടെന്ന് നിലംപതിച്ചാൽ അത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ബാധിക്കും. കോൺഗ്രസിന് സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന ഒരു പ്രചരണം BJP നടത്തും. അതുകൊണ്ട് ഒരുപക്ഷെ BJP ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ട് അധികാരത്തിൽ നിന്ന് പുറത്തായാൽ ഒരുപക്ഷെ തെലുങ്കുദേശത്തിൻ്റെയോ അല്ലെങ്കിൽ JDU അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി JDU-വും NDA വിട്ടേക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഘടകകക്ഷി നേതാക്കളെ പ്രധാനമന്ത്രിയാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ഇന്ത്യ സഖ്യത്തിന് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏജൻസികളും ഒപ്പം ഇലക്ഷൻ കമ്മീഷനും ഒക്കെ നിഷ്പക്ഷമായിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ഇലക്ഷനിൽ വിജയിക്കുവാനുള്ള സാധ്യത ഇന്ത്യ സഖ്യത്തിനുള്ളൂ. അതുകൊണ്ട് ഇത് കിട്ടുന്ന ഒരവസരമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കിട്ടുന്ന ഒരവസരമായി ഇന്ത്യ സഖ്യം വിനിയോഗിക്കാം. ഈ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് വീഴുകയാണെങ്കിൽ ഒരു ഘടകകക്ഷി നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണയോടെ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരാം. അങ്ങനെ വരുന്ന ഒരു മന്ത്രിസഭയിൽ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഘടകങ്ങൾ സ്വാധീനിക്കപ്പെടുകയില്ല. നിഷ്പക്ഷമായി ഇലക്ഷൻ നടത്തുവാം. അങ്ങനെ വിജയിക്കാം എന്നൊരു കണക്ക് കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ നിർവാഹമുള്ളൂ. കാരണം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. റിസൾട്ട് വരുവാൻ മണിക്കൂറുകൾ മാത്രമാണ്. എന്തായാലും ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നിദാനമാകും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നേരത്തെ ഈ CP രാധാകൃഷ്ണനെ, തമിഴ് വംശജനായ CP രാധാകൃഷ്ണനെ NDA മുന്നണി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ BJP ലക്ഷ്യമാക്കിയത് സ്റ്റാലിനെയും DMKയും ഒക്കെ ആ തമിഴ് വികാരം പറഞ്ഞ് കൂടെ നിർത്താമെന്നായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വളരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. സ്റ്റാലിൻ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഇപ്പോൾ തെലുങ്ക് വികാരം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച സുധാകർ റെഡ്ഡി എന്ന സ്ഥാനാർത്ഥിക്ക് തെലുങ്ക് ദേശം ആ തെലുങ്ക് വികാരം വെച്ചു തന്നെ വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. BJP എന്താണോ ലക്ഷ്യമാക്കിയത് അതേ രീതിയിൽ കോൺഗ്രസ് തിരിച്ചടിച്ച് അവരുടെ ലക്ഷ്യം കാണുന്നു എന്ന വലിയ വിശകലനം മാധ്യമങ്ങൾ നടത്തുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.